തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിടത്തോളവും വളർത്തു നായകളെ സംബന്ധിച്ചിടത്തോളമുള്ള ആ, അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള മാർഗരേഖ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗരേഖ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് രൂപീകരിച്ച മാർഗരേഖയാണ്. ആ മാർഗരേഖ ശരിയാക്കിയെടുത്തത് പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ടുള്ള ശ്രീമതി ദിവ്യ എസ് അയ്യരാണ്. ആ മാർഗരേഖ എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ ഇതിനെ എങ്ങനെ ഷെൽട്ടർ എങ്ങനെ ഒരുക്കാം, അതിനെ അഭയകേന്ദ്രം നായകൾക്ക്, തെരുവ് നായകൾക്ക് എങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ് മെയിനായിട്ട് അതിൽ കണ്ടത്. കാരണം ഇപ്പോൾ ഈ തെരുവ് നായ്കളെ ചെറിയ സ്ഥലത്തും കൊണ്ടിടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലമെങ്കിലും വേണം തെരുവ് നായ്ക്കളെ ഒരു സ്ഥലത്ത് പാർപ്പിക്കാൻ. ഈ ഒരേക്കറിനകത്ത് ഈ നായകൾ കിടക്കുമ്പോൾ അതിൻ്റെ സമീപത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ ആളുകളുടെ താമസം വളരെ ദുസ്സഹമാവും. കാരണം ഇത് വൈകുന്നേരം ആകുമ്പോൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങും, വലിയ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വലിയ കുഴപ്പമാണ്. ഇതിൻ്റെ കുര കേട്ടുകൊണ്ട് മനുഷ്യർക്ക് കഴിയാൻ ഒക്കത്തില്ല. കടിപിടി കൂടും, കുരയിലുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അടുത്തെങ്ങും ആൾ താമസം ബുദ്ധിമുട്ടാവും. ജനങ്ങളുടെ സ്വൈരമായ താമസത്തിന് അത് ഹാനികരമായിട്ട് മാറും. അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഒരു മാർഗം ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത് നല്ല രീതിയിലാണ്. അത് ആ യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാം ശരിയാക്കി, ആ പ്രോജക്റ്റ് തയ്യാറാക്കിയേക്കുന്നത്. ആ റിപ്പോർട്ട് വളരെ നല്ല ഒരു കാഴ്ചപ്പാടാണ് അതിലുള്ളത്. ഇത് ഈ പ്ലാന്റേഷനുകളുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ആൾ താമസമില്ല. പ്ലാന്റേഷനുകളാണെങ്കിൽ ആൾ താമസം വരത്തില്ല. ജോലിക്കാരൊക്കെ വല്ലപ്പോഴും വരുമെന്നുള്ളതല്ലാതെ ആൾ താമസം ഇല്ലല്ലോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ സൗകര്യമാണ്. അപ്പോൾ അവിടെ ഒരു ഏക്കർ സ്ഥലത്തോളം എടുക്കണം. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി, അതായത് പല ഏജൻസികളുണ്ടല്ലോ, NGOമാർ, ഈ നായപ്രേമികളുടെ സംഘം ഒക്കെ ഒരുപാട് വളരെ നായപ്രേമികളൊക്കെ ഒരുപാട് പേരുണ്ട്. മനുഷ്യരെ നോക്കിയില്ലെങ്കിൽ നായകളെ നോക്കണം. അവർക്ക് സ്വന്തം അച്ഛനെ അമ്മയും നോക്കത്തില്ല, വീട്ടിൽ ചിലവിനും കൊടുക്കത്തില്ല, അവർക്ക് ആർക്കും ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ നായെ സംരക്ഷിച്ച് അടങ്ങൂ, പ്രത്യേകിച്ച് തെരുവ് നായ്ക്കളെ സംരക്ഷിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയുള്ള കുറേ ആളുകളുണ്ട്. അവർ ഇതിന് ആഹാരം കൊടുക്കുകയും ഇതിനെ സംരക്ഷിക്കുകയും ഇതിനെ നായകളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നവരെ നേരിടുകയും ഒക്കെ ചെയ്യും. ആ രീതിയാണ്. ഇവിടെ അടുത്തുള്ള ഒരാളിലാണെന്നുണ്ടെങ്കിൽ ഇന്നാൾ എൻ്റെ അടുത്ത് ഈ നടക്കാൻ പോകുന്ന ആ വഴിയിലുള്ള 1-2 പേര് പറഞ്ഞതാണ്. അതിൽ അവിടെ ഒരാൾ ഈ നായകൾക്ക്, ഇതുപോലെ തെരുവ് നായകൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരാളുണ്ട്. ആ ഭാഗത്ത് നായകളുടെ വലിയ ശല്യമാണ്. അപ്പോൾ ഒരു വന്യവയോധികനായ മനുഷ്യൻ, അയാൾ ഒരു ഡോക്ടറാണ്. അയാൾ ഇയാളടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ ആഹാരം കൊടുക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്, ഇത് മനുഷ്യന് വലിയ പ്രശ്നമാണ്, ഇവിടെ നായകളെല്ലാം കൂടെ ഇവിടെ വന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അയാൾക്കത് വലിയ ശല്യം. അയാൾ അതിനടുത്ത് താമസിക്കുന്നതാണ്. ഇയാൾ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അയാളെ ഇഷ്ടമാതിരി തെറിയും പറഞ്ഞു, അയാളെ അടിക്കാനും ചെന്നു. അങ്ങനെയുള്ളവന്മാർ വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ നായപ്രേമികളെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ അച്ഛനെ പറഞ്ഞു, എൻ്റെ അമ്മയെ പറഞ്ഞു, പക്ഷേ എൻ്റെ പോത്തിനെ ഒന്നും പറയാൻ പാടില്ല, എൻ്റെ എരുമയെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ നായെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നവന്മാരാണ് ഇങ്ങനെയുള്ളവർ കുറേ പേര്. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നു. ഇപ്പോൾ ഏതായാലും ഇങ്ങനൊരു മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ ഈ എത്ര എണ്ണമുണ്ട് അതിൻ്റെ റെക്കോർഡുകൾ, അതിനെ വന്ധ്യീകരിക്കാനുള്ള ABC ഷെൽട്ടറുകൾ ഇതിനടുത്ത് തന്നെ ഒരുക്കണം. അതായത് ഈ നായകളെ താമസിപ്പിച്ചേക്കുന്നതിനെ അടുത്ത് തന്നെ ഒരുക്കണം. എന്നിട്ട് അത് നോക്കണം. അവിടെ അങ്ങനെ അതിനെ കർശനമായിട്ട് വന്ധ്യീകരിക്കാനുള്ള മാർഗം നോക്കണം. പിന്നെ ഇതിനൊക്കെ വേണ്ട മരുന്നുകൾ സമയാസമയങ്ങളിൽ കൊടുക്കുക. അതിന് ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് വരാം. അതുപോലെ സ്വകാര്യ ഡോക്ടർമാരെയും വെറ്റിനറി സർജന്മാരെയും ഇതിനു വേണ്ടി സമീപിക്കാം എന്നും ഒരു കാഴ്ചപ്പാടുണ്ട്. അതൊക്കെ നല്ലതേ ഉള്ളൂ, കുഴപ്പമൊന്നുമുള്ളതല്ല. പിന്നെ ഇത് മാത്രമല്ല, ഇത് വളർത്തുനായ്ക്കളെ സംബന്ധിച്ചിടത്തോളം അതിനെ തെരുവിലേക്ക് വിടാൻ പാടില്ല. ഈ വളർത്തുന്നവന് ലൈസൻസ് വേണം. അത് എന്നേ വേണ്ടതാണ്.
അത് ഇപ്പോഴിനി എന്തായാലും ചുമ്മാ കാണുന്ന ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് വീട്ടിയിട്ട് വളർത്തി നാട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുന്നതല്ല വേണ്ടത്. അതിനെ വളർത്തുന്നതിന് അതിന് ലൈസൻസ് വേണം. അത് വീട്ടിൽ വളർത്താൻ പറ്റിയ നായയാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ട് വേണം അതിന് ലൈസൻസ് കൊടുക്കാനും. അത് അങ്ങനൊരു ഒരു നിബന്ധനയും കൂടെ അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരെ ഇതേപോലെ തന്നെ ഈ ലൈസൻസോടുകൂടി വളർത്തുന്ന നായകളെ അതിനെ ഒരു കാരണവശാലും അതിനെ തെരുവിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഈ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ടല്ലോ അത് ചാവുന്നവരെ അവൻ വളർത്തിക്കൊണ്ടു. അല്ലാതെ ബാക്കിയുള്ളവരുടെ മണ്ടയിലോട്ട് കയറാനായിട്ട് ഈ തെരുവിലോട്ട് തുറന്നു വിടരുത്. അങ്ങനെയാണല്ലോ ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഉണ്ടാകത്തില്ലല്ലോ. ഇവിടുത്തെ ഈ നായപ്രേമികൾ നായ വളർത്താൻ ഉള്ള ഇഷ്ടം താല്പര്യമുള്ളവന്മാരാണ് ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാകുന്നത്. അതിന് ആഹാരമൊന്നും കിട്ടത്തില്ല, കൊടുക്കില്ല. അവസാനം അത് റോഡിൽ നടക്കും. വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഇടും. ഇപ്പം വേസ്റ്റ് റോഡിൽ ഇടാൻ പാടില്ല, അതുകൊണ്ട് ഇതിന് വേസ്റ്റ് കിട്ടത്തില്ല, പട്ടിണിയാണ്. അപ്പം പിന്നെ പോകുന്നവരെ കടിച്ചു പറിക്കാൻ നോക്കും. അതാ ചെയ്യുന്നത്. ആരെയും മനുഷ്യരക്തം അത് രുചിക്കാനിടയായി കഴിഞ്ഞാൽ പിന്നെ അതിനത് ഹരമാണ്. അതെല്ലാ വന്യമൃഗങ്ങൾക്കും ഉള്ള ഒരു കാര്യമാണ്. കടുവകൾ തന്നെ മനുഷ്യരെ സാധാരണഗതി അത് കൊന്നു തിന്നാറില്ല. പക്ഷെ ഒരു തവണ അത് മനുഷ്യരക്തം രുചിക്കാനിടയായാൽ അത് പിന്നെ നരഭോജിയായിട്ട് മാറും. അത് നമുക്ക് ഈ മാനീറ്റേഴ്സ് ഓഫ് കുമയോൺ എന്നുള്ള പുസ്തകമുണ്ടല്ലോ, അതൊന്ന് വായിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാവുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഒരാൾ അദ്ദേഹം ഒരുപാട് നായകൾ കടുവകളെ വെടിവെച്ച് കൊന്ന ആളാണ്. അപ്പം മാനേറ്റേഴ്സ് ഓഫ് കുമയോൺ എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് ഇത് എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ് ആണ്. ഒരു തവണ രുചിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരക്തം രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നരഭോജിയായിട്ട് മാറും കടുവകൾ. അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ നായകൾ അത് തന്നെയാണ്. നായകൾക്ക് മറ്റ് ചിക്കൻ വേസ്റ്റോ അങ്ങനെയുള്ളതൊന്നും ഇപ്പം കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതാകുമ്പോൾ അതിന് ഇത് കഴിക്കണം. അതിന് രക്തം ഇഷ്ടമാണ്. അങ്ങനെ വരുന്നുണ്ടെ മനുഷ്യരെ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ കുഞ്ഞുങ്ങളെ കടിക്കും, പ്രായമുള്ള ആളുകളെ കണ്ടാൽ പ്രായമുള്ള ആളുകളെ കടിക്കും. ആ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് ഈ നായ വളർത്തുന്നവന് ലൈസൻസ് വേണം. ഒന്നിലധികം നായ, 2 നായകളെ വളർത്തി കഴിഞ്ഞാൽ അതൊരു ഷെൽട്ടർ ആയിട്ട് പരിഗണിക്കപ്പെടും. പിന്നെ ആ ഷെൽട്ടറിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഇവർക്കും ബാധകമാണ്. അതുകൊണ്ട് വീട്ടിൽ ഈ നായകളെ വളർത്താൻ ഇഷ്ടമുള്ളവന്മാർ ഇനിയൊന്ന് ആലോചിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും ചുമ്മാ അങ്ങ് വളർത്തിയാൽ. നായയെ കണ്ടുകൊണ്ടിരുന്നാലും അത് കളിക്കുന്നത് കാണാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ സംഭവം വല്ലവരെയും കടിക്കുന്നത് കണ്ടുകൊണ്ട് സൂചിച്ചിട്ടുണ്ടല്ലോ ഇതുവരെ, മതി. ഇനി അത് മതി. ഇനി അപകടകാരികളായ നായകളെയും അതുപോലെ തന്നെ ഈ റാബിസ് ബാധിച്ചിട്ടുള്ള നായകളെയും അതിനെ കൊന്നൊടുക്കാനായിട്ടുള്ള തീരുമാനമുണ്ട്. അതെങ്ങനെ കൊല്ലണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള മാർഗനിർദ്ദേശമുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെൽട്ടറുകളിൽ കൊണ്ടുപോയിട്ട് വരുന്നത് അല്ലാതെ അപകടകാരികളായിട്ട് ആളുകളെ കണ്ട ഉടനെ കടിക്കുന്നത് കുറേ എണ്ണമുണ്ട്. അതിനെയൊക്കെ പിടിച്ച് കൊല്ലണം. അതിനെ ദയാവധം നടത്തുന്നത് പോലെയാണ് അതിനെ നടത്തേണ്ടത്. അതായത് അതിന് വളരെ സൂക്ഷിച്ച് അതിനെ ഒരുപാട് കഷ്ടപ്പെടുത്താതെ അതിനെ വിഷം കുത്തിവെച്ച് ഇഞ്ചക്റ്റ് ചെയ്ത് കൊല്ലുകയാണ്. പണ്ടങ്ങനെ കൊല്ലാറുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നൊക്കെ വന്ന ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി എവിടെങ്കിലും കൊണ്ടുവന്ന് ഇതിനെല്ലാം അതിന് ഇഞ്ചക്റ്റ് ചെയ്ത് വിഷം കുത്തിവെക്കും. അത് ഏതാണ്ടൊരു 5 മിനിറ്റ് കൊണ്ട് മരിക്കും, ചാവും. ഞാൻ കണ്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇതിനെയൊക്കെ ഇങ്ങനൊരു മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് കൊള്ളാം, നല്ല കാര്യമാണ്. ഏതായാലും ഈ രീതിയിൽ ഇതങ്ങോട്ട് പോകണം. പിന്നെ പട്ടി കടിച്ചാൽ, തെരുവ് നായ കടിച്ചാൽ അതിൻ്റെ ബാധ്യത പഞ്ചായത്തിനാണ് എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അത് തെരുവ് നായ കടിച്ചു, അതിന് ഞങ്ങളെന്തോണം? അതിന് ഒരു കേസിനകത്ത് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. ഇത് ഈ പഞ്ചായത്തിലെ അല്ല, അപ്പം മറ്റേ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന നായയാണെന്ന്. അത് നായയുടെ പേര് അത് അഡ്രസ്സിനകത്ത് ഇന്ന പഞ്ചായത്തിലെയാണെന്ന് എഴുതി കാണുമായിരിക്കും. നായയുടെ അച്ഛൻ, അമ്മ, വയസ്സ്, അതുപോലെ വീട്ടുപേര്, പിന്നെ പഞ്ചായത്ത് എഴുതി കാണുമായിരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നവന് എന്ത് ചെയ്താൽ നോക്കും? കാശ് കൊടുക്കാൻ പറഞ്ഞു ഹൈക്കോടതി അയാൾക്ക് നഷ്ടപരിഹാരം. അപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീഴ്ചയുണ്ടായാൽ മറ്റേ പഞ്ചായത്ത് ആക്ടിൽ പറയുന്ന പോലെ 6 മാസത്തിനകത്ത് നായ കടിച്ചാൽ കേസ് കൊടുക്കണം
എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയില്ല എന്നും ആ കാലഹരണം അതിന് ബാധകമല്ലെന്നും ഹൈക്കോടതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതായാലും നായ കടിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അവരതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. കൈ കഴുകാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ചിലവുണ്ടല്ലോ, ഈ ഷെൽട്ടറിൻ്റെ ഇതേപോലെ ഈ പറഞ്ഞ ഈ പ്രോജക്റ്റിൻ്റെ ചിലവുകൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും കൂടെ വഹിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ജനങ്ങൾക്ക് ഈ തെരുവുനായ ഭീഷണിയിൽ നിന്നൊരു മോചനമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.